റോയ് ചായ CPM നേതാവ് KJ ഷൈൻ കൊടുത്ത സൈബർ ആക്രമണ പരാതിയിൽ വലിയ പോലീസ് നടപടിയാണ് നടക്കുന്നത്. ഒരു സ്ത്രീക്കെതിരെയും സൈബർ ആക്രമണം ശരിയായ നടപടിയല്ല. പക്ഷേ ഈ നീതി എന്ന് പറയുന്നത് CPM നേതാക്കൾക്ക് മാത്രം ലഭിച്ചാൽ മതിയോ? അല്ല, അങ്ങനെയാണല്ലോ ഈ പുതിയ കാലത്ത് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. കേരളത്തിൽ മറ്റ് സ്ത്രീകളെ എത്ര ആക്രമിക്കപ്പെട്ടാലും സർക്കാരിന് അതൊരു കൺസേണേ അല്ല. എത്രയോ സ്ത്രീകൾ നമ്മുടെ അറിവിൽ എത്രയോ മാധ്യമപ്രവർത്തകർ അല്ലാത്തവർ ഒക്കെ തന്നെ ഇതുപോലെ തന്നെ CPM നേതാക്കളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സൈബർ ആക്രമണത്തിന് വിധേയരായിട്ടുണ്ട്. ഒരു നടപടി എടുത്തായിട്ട് നമ്മുടെ മുമ്പിൽ എനിക്ക് നേരിട്ടറിയാവുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ. മലയാള മനോരമയിലെ മാധ്യമപ്രവർത്തകയായ നിഷ പുരുഷോത്തമൻ, അവരൊരു ചാനൽ ചർച്ചയിൽ കോവിഡ് കാലത്ത് കിറ്റ് വാങ്ങിച്ചതിൻ്റെ കണക്കിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചത്. അതിനെതിരെ പിറ്റേ ദിവസം മുതൽ വലിയ തോതിൽ സൈബർ ആക്രമണം. അത് ദേശാഭിമാനി ജോലി ചെയ്ത രണ്ടുപേരാണ് ഏറ്റവും വളരെ മോശമായ രീതിയിൽ അവരെ പേരെടുത്ത് പറഞ്ഞ് പരിഹസിക്കുകയും അപമാനിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തു. ഇവരുടെ പേരിൽ പോലീസ് ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് പുറത്തു വിടുന്നു. മാലയിട്ടാണ് CPMൻ്റെ പ്രവർത്തകർ കൊല്ലത്ത് ചവറയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, അവരെ മാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് വരുന്ന പടമായിരുന്നു പിറ്റേ ദിവസം നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടത്. ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരായിട്ട് ഇതേപോലുള്ള ആക്രമണങ്ങളാണ്. ഒരു കേസും എടുത്തിട്ട് ഒരു അന്വേഷണം നടന്നില്ല. ബിനു വി ജോണിനെതിരെ നമുക്കറിയാവുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകർ CPMന് ഇഷ്ടമല്ലാത്ത മാധ്യമപ്രവർത്തകർക്കെതിരെയോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയക്കാർക്കെതിരെയോ ഒക്കെ ഇതേപോലുള്ള പരാതി വന്നാൽ അന്തരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെതിരായിട്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊരാക്രമണമായിരുന്നു. ആ പെൺകുട്ടി പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഒരു അന്വേഷണവും നടന്നില്ല, ഒന്നും നടന്നില്ല. അപ്പോൾ ഇതാണ് കേരളത്തിൽ സ്ത്രീകളോടുള്ള സർക്കാരിൻ്റെ സമീപനത്തിന് ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. KJ ഷൈനെതിരായിട്ട് വന്ന ഇതിനകത്ത് അത് നല്ല കാര്യം, പോലീസ് അങ്ങനെ തന്നെ എടുക്കണം. ഇത്തരം കേസുകൾ വരുമ്പോൾ ആരായാലും KJ ഷൈനോ വേറെ ആരും ആയിക്കോട്ടെ, നിങ്ങൾ പോലീസ് നീതിപൂർവമായി അല്ലെങ്കിൽ ഭരണകൂടം നീതിപൂർവമായി പെരുമാറണമെന്ന് പറയുന്നതിനകത്ത് ഒരു വസ്തുത ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് KJ ഷൈനെതിരെ ഷാജഹാൻ്റെ ആദ്യത്തെ വീഡിയോ വരുന്നു. അത് പേര് പറയാതെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ അതിനുമുമ്പ് വീട്ടിലൊരു പരിശോധന നടത്തിയിരുന്നു. അതെല്ലാം നടത്തുന്നു. എല്ലാം അതായത് വളരെ റോക്കറ്റ് വേഗത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതെല്ലാം നടന്നു പോകുന്നു. അയാളെ വിട്ടയക്കുന്നു. വീണ്ടും ഇന്നലെ രാത്രിയിൽ വന്ന് വീണ്ടും പിടിച്ചോണ്ട് പോകുന്നു. സാധാരണഗതിയിൽ എത്ര പ്രതികളെയാണ് ഈ രാത്രി കാലങ്ങളിൽ പിടിക്കുന്നത്? അയാളുടെ പ്രായം കൂടി ആലോചിക്കുക. 60-62 വയസ്സായ ഒരു മനുഷ്യൻ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. സാധാരണഗതിയിൽ വീട് വളഞ്ഞൊക്കെ പിടിക്കുന്ന വലിയ വൻകിട കുറ്റവാളികൾ, മയക്കുമരുന്ന് കടത്തുകാർ, സ്വർണ്ണക്കടത്തുകാർ ഒക്കെയാണ് ഇത്തരത്തിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോകും. സർക്കാരിൻ്റെ ശുഷ്കാന്തിയാണ്, അല്ലെങ്കിൽ പോലീസിൻ്റെ ശുഷ്കാന്തിയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. മറ്റുള്ള കേസുകളിലെ പ്രതികളോട് എങ്ങനെയാണെന്നും ഇത്തരം കേസുകൾ സർക്കാരിന് ഇഷ്ടമില്ലാത്തവരെ എങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നു, സർക്കാരിന് ഇഷ്ടമുള്ളവരെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഷാജഹാൻ്റെ ഇപ്പോൾ കൊണ്ടുപോയത്. ഇപ്പോൾ ഷാജഹാൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നില്ല. ഷാജഹാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാജഹാൻ നിയമത്തിന് വിധേയനാകാൻ ബാധ്യസ്ഥനാണ്. അത് ഷാജഹാൻ്റെ തലവേദന. പക്ഷേ നീതി എല്ലാവർക്കും ഒരുപോലാണോ നടപ്പാകുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വരുന്ന സർക്കാരാണ് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ അതാണ് ചർച്ചാ വിഷയമാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ഷാജഹാൻ വീണ്ടും അവരുടെ പേരെടുത്ത് പറഞ്ഞ് പുതിയ വീഡിയോ ചെയ്തു എന്നാണ് പുതിയ കുറ്റമായിട്ട് ഇപ്പോൾ പറയുന്നത്. കോടതി തീരുമാനിക്കട്ടെ, അതൊക്കെ അതിൻ്റെ നീതിയുടെ വഴിയും ന്യായത്തിൻ്റെ വഴിയും പോകട്ടെ. പക്ഷേ വീണ്ടും ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് സർക്കാർ എങ്ങനെയാണ് ഒരേ കുറ്റം ചെയ്യുന്നവരോട് പെരുമാറുന്നു എന്നുള്ളത്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ വന്ന ആരോപണങ്ങൾ, പല തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ വരുന്നു. അവിടെയൊക്കെ എവിടെയാണ് ഉണ്ടാവുന്നത്? അതിനോടുള്ള സർക്കാരിൻ്റെ സമീപനം, പോലീസിൻ്റെ സമീപനം, അതാണ് എല്ലാവരും എപ്പോഴും പറയുന്നത്. ഈ സമാനമായ രീതിയിൽ സമാനമായ കാലഘട്ടങ്ങളിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പലതരത്തിലുള്ള പല കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വന്ന ആരോപണങ്ങൾ CPMകാർ ആഘോഷിച്ചത്. അത്തരം കേസുകളോട് എങ്ങനെയായിരുന്നു പോലീസിൻ്റെ സമീപനം? വടകര കാഫിർ സ്ക്രീൻഷോട്ട് ഒരു വശത്ത്, ഇതേപോലെ തന്നെ ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ സ്ത്രീകളുടെ മുറിയിൽ കയറി റെയ്ഡ് നടത്തി.
ഏതായിരുന്നു നീലപ്പെട്ടിയിൽ പണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് പാതിരാത്രിയിൽ ഷാനിമോൾ ഉസ്മാൻ്റെ കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ്റെയും ബിന്ദു കൃഷ്ണയുടെയും മുറികളിലാണ് പോലീസ് എരച്ചു കയറി അവിടെ മുഴുവൻ അരിച്ചു പറക്കി അവരുടെ പെട്ടിക്കകത്തിരുന്ന അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം വാരി വലിച്ചിട്ട് പോയത് നമ്മൾ കണ്ടതാണ്. അതിനെതിരെ അവർ പരാതി കൊടുത്തു. എന്ത് നടപടിയാണ് ഉണ്ടായത്? ഇല്ലേ? കേരളത്തിലൊരു MLA ആയിരുന്ന ഒരാളാണ് ഷാനിമോൾ ഉസ്മാൻ. പാതിരാത്രിയിൽ പോലീസ് കയറി ഇതൊക്കെ ചെയ്തിട്ട് പോയി. ഒരു നിയമ നടപടിയും ഒന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫെയർ ആൻഡ് ജസ്റ്റ് ആയിട്ടുള്ള നീതി നടപ്പാക്കിയില്ല എന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ KJ ഷൈനിൻ്റെ കാര്യത്തിൽ വന്ന് സർക്കാരിൻ്റെ താല്പര്യമുള്ള CPMൻ്റെ അറിയപ്പെടുന്ന ഒരു നേതാവായതുകൊണ്ട് ഈ തരത്തിൽ വളരെ ഫാസ്റ്റായിട്ട് ഇത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കൊണ്ടുപോകും. ഷൈൻ്റെ പരാതിയിലുണ്ടാകുന്ന നടപടികളിൽ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതെല്ലാം അങ്ങനെ തന്നെയാണ് പരാതി എന്ന് പറയുന്നത് എല്ലാവരുടെ കാര്യത്തിൽ. പക്ഷേ ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഷാജഹാൻ ആയതുകൊണ്ടാണ് ഇതിനകത്തൊരു വേട്ടയാടലിൻ്റെ രീതി കൂടി ഉണ്ടോ എന്ന് സംശയിക്കുന്നത്. കാരണം CPMനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അത്രത്തോളം സ്വീകാര്യനായ ആളല്ല ഷാജഹാൻ. അതെ ഷാജഹാൻ വർഷങ്ങളായിട്ട് തന്നെ CPM ഔദ്യോഗിക വിഭാഗത്ത് പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരായിട്ടും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തുമൊക്കെ തന്നെ തുറന്ന യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷാജഹാൻ. അതിപ്പോഴും ഷാജഹാൻ തുടരുന്നുണ്ട്. അത് ഷാജഹാൻ്റെ രാഷ്ട്രീയം. ഈ രാജ്യത്തെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക് അഭിപ്രായ പ്രകടനം നടത്താൻ അവകാശമുണ്ട്. നിങ്ങൾ നിയമവിരുദ്ധമായ കാര്യം ചെയ്യുവാണ് നിയമം അതിൻ്റെ വഴി പോയാൽ മതി, ഇല്ലേ? നിങ്ങൾക്ക് കേസെടുക്കാം, ഡിഫമേഷൻ കേസ് കൊടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇതൊരു വേട്ടയാടലുള്ള സ്വഭാവം വരുന്നുണ്ടെന്ന് പലപ്പോഴും തോന്നുന്നത്. അതായത് എന്താണോ കേന്ദ്ര സർക്കാരിനെതിരെ അഭിപ്രായം പറയുന്നവരെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു എന്ന് പറയുന്നത് ഇവിടെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, മാധ്യമങ്ങളുടെ കൂച്ചുവേലം കിടുന്നു എന്നൊക്കെ പറയുന്നവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന ഇതാണ്. അതാണ് ഇതിനൊരു വേട്ടയാടലുള്ള സ്വഭാവം വരുന്നത്. നിങ്ങൾ ഇതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇതേ പെരുമാറ്റമാണോ ഉണ്ടാകുന്നത്? അത് കാണുന്നില്ല. അപ്പോൾ ഇരട്ട നീതിയുടെ ഒരു സ്വഭാവം പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഷാജഹാനെ പോലെ തന്നെ അപ്പുറത്ത് CPMൻ്റെ ആൾക്കാർ പറയുന്ന വളരെ മോശപ്പെട്ട അഭിപ്രായ പ്രകടനം, മോശപ്പെട്ട രീതിയിൽ വീഡിയോ ചെയ്യുന്നത് എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ എത്രയോ പേരുണ്ട് ഈ VD സതീശനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ വീഡിയോ ചെയ്യുന്ന എത്ര ആഭാസകരമായ രീതിയിൽ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരുണ്ട്. അവർക്കെതിരെ എന്ത് നടപടി എടുക്കുന്നത്? ഒരു നടപടി എടുക്കുക. പരാതിപ്പെട്ടാൽ പോലും നടപടി എടുക്കാറില്ല. ഈ നിയമസഭയിൽ തന്നെ സതീശൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ ഇതുപോലെ യൂട്യൂബുകളിൽ വീഡിയോ ചെയ്തവർക്കെതിരെ സർക്കാരിൻ്റെ പരാതി എഴുതി കൊടുത്തിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്. സർക്കാർ അല്ലെങ്കിൽ പോലീസ് വകുപ്പ് ഇത്തരം പരാതികൾ വരുമ്പോൾ എല്ലാവർക്കും ഒരു തുല്യനീതി ഉറപ്പാക്കണം. ഇപ്പോൾ ഷൈൻ ടീച്ചറിനോട് ചെയ്ത സമീപനം തന്നെ ആയിരിക്കണം നാളെ വേറൊരു സ്ത്രീ ഇതേപോലെ പരാതി വരുമ്പോൾ ഉണ്ടാവേണ്ടത്. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പും ഇരട്ട നീതിയുടെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. ഷാജഹാൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണോ സംഭവിച്ചിരിക്കുന്നത്? ഷാജഹാൻ ചെയ്ത തെറ്റാണെങ്കിൽ അത് ആ വഴി തന്നെ പോകണം. പക്ഷേ അങ്ങനെയല്ല പോകുന്നത്. മറ്റുള്ളവർ സമാന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരോട് മൃദു സമീപനവും, ഷാജഹാനെ പോലുള്ളവരെ രാത്രി ഓടിച്ചിട്ട് പിടിക്കുകയും വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്നു, വലിയ കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലൊക്കെ കൊണ്ടുപോകുന്നു. അല്ല, ഈ ഒന്നാം പ്രതി, ഈ ഷൈൻ ടീച്ചറിൻ്റെ കേസിൽ ഒന്നാം പ്രതിയെ പോലെ ഒളിവിലൊന്നും പോയിട്ടില്ല. പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്ത ഒരാളെയാണ് ഈ രാത്രി കയറി പിടിച്ചു എന്നുള്ളതും കൂടെ. അത് തന്നെ അയാൾ അത്തരം നീതി നിർവഹണത്തിനകത്ത് ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടില്ല. ഒരു അഭിഭാഷകരോട് കൂടിയാണ്. അപ്പോൾ ആ നിയമത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ തരത്തിലാണ് ഷാജഹാൻ പെരുമാറിയിരിക്കുന്നത്. പോലീസ് വിളിച്ച സമയത്ത് പോകുന്നു, പോലീസ് വീട് വന്ന് രാത്രി വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലും അതൊരു എന്താ പറയുക, അതിനെ എതിർക്കുകയൊന്നുമല്ല. നിയമത്തിന് കീഴടങ്ങി തന്നെയാണ് ഷാജഹാൻ പോയിരിക്കുന്നത്. പക്ഷേ ഇത് ഇത്രമേൽ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ഒരാളെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ പോയി ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവർ വലിയൊരു സംശയം ഉണ്ടാകുക. ഇത്രയും വലിയ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് പല കൊലക്കേസ് പ്രതികളോടുള്ള സമീപനം നമ്മൾ കാണുന്നതാണ്. എവിടെയാണ് ഇവിടെ കൊടിസുനിയെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ വഴിയിൽ ഇരുന്ന് മദ്യപിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതാണ്. അപ്പം എങ്ങനെയാണ് ഓരോരുത്തരോടും പ്രതികളോടും മറ്റുള്ളവരോടൊക്കെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും സമീപനം എന്നുള്ളത് നമ്മുടെ മുമ്പിൽ 100 ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയിലും സർക്കാരിൻ്റെ നീതി നിർവഹണത്തിലുമൊക്കെ ആൾക്കാർക്ക് സംശയം തോന്നുന്നത്. അത് അങ്ങനെ സംശയം തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താനും കഴിയാത്തൊരു സ്ഥിതിയുണ്ട്, ഇല്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ ഷൈൻ ടീച്ചറിൻ്റെ നീതി നടപ്പാക്കണമെന്നുള്ള കാര്യത്തിൽ ആരും തർക്കം പറയുന്നില്ല. പക്ഷേ
അതേപോലെ തന്നെ ഷൈൻ ടീച്ചറിനെ പോലുള്ള സ്ത്രീകളുടെ കാര്യത്തിനകത്ത് എന്താണ് ഈ സർക്കാർ എടുക്കുന്ന സമീപനം എന്നുള്ളതിനകത്ത് ഒരു കൃത്യമായ മറുപടി പറയാൻ പലപ്പോഴും സർക്കാർ കഴിയുന്നില്ല. സർക്കാർ ആ തരത്തിൽ പെരുമാറിയിട്ടുമില്ല, പെരുമാറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുമില്ല. ഞാനതാണ് പറഞ്ഞത്, ഈ മറ്റ് സ്ത്രീകളുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് അതെല്ലാം ഇവിടെ നിൽക്കുകയാണ്. 100 ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ ഈ നടപടി എടുക്കുന്നതൊക്കെ രാഷ്ട്രീയ എതിരാളികളോടുള്ള പകപോക്കലായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടിയിരിക്കുന്നത്.